സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവസാനിപ്പിച്ച് കണ്ണൂരിൽ തിരിച്ചെത്തിയ കെ സുധാകരൻ എം പി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്. കണ്ണൂർ, മട്ടന്നൂർ മണ്ഡലങ്ങളിലും അടുത്ത ദിവസം ഇരിക്കൂരിലും UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും അദ്ദേഹം പങ്കെടുക്കും. മറ്റിടങ്ങളിലെ പരിപാടികൾക്ക് അന്തിമരൂപമായിട്ടില്ല. കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി TO മോഹനൻ സുധാകരനെ കണ്ട അനുഗ്രഹം തേടിയ ശേഷം പ്രചാരണ രംഗത്ത് സജീവമായി. വെള്ളിയാഴ്ച പുലർച്ചെ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ സുധാകരനെ ഉച്ചയോടെയാണ് മോഹനൻ കാണാനെത്തിയത്. ഞാൻ വാക്കുപാലിച്ചെന്നായിരുന്നു സ്ഥാനാർത്ഥിയെ ത്രിവർണ്ണ ഷാൾ അണിയിച്ച് സ്വീകരിച്ച സുധാകരന്റെ ആദ്യ പ്രതികരണം. മാധ്യമങ്ങളെ ഒഴിവാക്കിയ ശേഷം 5 മിനിറ്റിലേറെ പ്രചാരണ പരിപാടികളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. മോഹനന് പിന്നാലെ മട്ടന്നൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചന്ദ്രൻ തില്ലങ്കേരിയും സുധാകരനെ കാണാനെത്തി. അവിടെയും കൺവെൻഷനിൽ പങ്കെടുക്കാമെന്ന് സുധാകരൻ ഉറപ്പ് നൽകി. കോൺഗ്രസിനെ ജയിപ്പിക്കുവാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് ഹൈക്കമാൻഡിന് നൽകിയ വാക്ക് പാലിച്ചുവെന്നാണ് സുധാകരൻ ഉദ്ദേശിച്ചതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം TO മോഹനൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഊർജവും ആവേശവും നൽകിയ സുധാകരൻ ഏറ്റവും സമുന്നതനായ നേതാവാണ്. കണ്ണൂർ മണ്ഡലം തിരിച്ചുപിടിക്കുകയെന്ന ദൗത്യം എല്ലാവരും ഏറ്റെടുക്കും. അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് എന്നും മുന്നോട്ടു പോയത്. ഇനിയും അങ്ങനെ തന്നെയാകും. സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില സ്ഥലത്തൊക്കെ വെടിയും പുകയുമെല്ലാം ഉണ്ടായെങ്കിലും എല്ലാം കെട്ടടങ്ങിയെന്നും ഐക്യത്തോടെ മുന്നോട്ടു പോകുമെന്നും മോഹനൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സുധാകരൻ അനുകൂല പ്രകടനം നടത്തിയ പ്രവർത്തകർ ഉൾപ്പെടെ മോഹനനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കണ്ണൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളായ ചന്ദ്രൻ തില്ലങ്കേരി, KP സാജു, ജയന്തി രാജൻ എന്നിവരും സുധാകരനെ കാണാൻ വീട്ടിലെത്തിയിരുന്നു.